ജാക്കാളിനെ തേടി അവന് പുതിയ അസാസിനേഷൻ കോൺട്രാക്ട് നൽകിയ സ്ത്രീ വന്നിരിക്കുന്നു. ജാക്കാൾ എലിയാസ് മാൻഫ്രെഡിനെ കൊല ചെയ്തത് അവന് കോൺട്രാക്ട് നൽകിയ വലിയ ബില്യണേഴ്സിന് അതൃപ്തി ഉണ്ടാക്കിയിരിക്കുന്നു. ബിയങ്ക ലാരിയെ ടോർച്ചർ ചെയ്ത് നോർമൻ സ്റ്റോക്ക് എവിടെയെന്ന് മനസ്സിലാക്കുന്നു. ജാക്കാൾ നോർമൻ സ്റ്റോക്കിനെ കോൺടാക്ട് ചെയ്ത് പുതിയ ജോബിന് പുതിയൊരു ഗൺ ഉണ്ടാക്കാൻ പറയുന്നു. ബിയങ്ക തനിക്ക് കിട്ടിയ നോർമൻ സ്റ്റോക്കിൻ്റെ വിവരം അവളുടെ ഹയർ അതോറിറ്റിയോട് പറയുന്നു. അവനുള്ളത് ബുദാപെസ്റ്റിലാണെന്ന് പറയുന്നു. ജാക്കാൾ ബുദാപെസ്റ്റിലെത്തി സ്റ്റോക്കിനെ കാണുന്നു. ബിയൻകയുടെ വീട്ടിലുണ്ടായ ആക്രമണത്തെ തുടർന്ന് അവളുടെ ഹസ്ബൻഡ് മകളെയും കൂട്ടി അയാളുടെ എക്സ് വൈഫിൻ്റെ അടുത്ത് പോകുന്നു. ബിയങ്കയെ അവളുടെ മകളെ കാണാൻ അനുവദിക്കുന്നില്ല. ജാക്കാളും സ്റ്റോക്കും കൂടി അവന് വേണ്ട പ്രത്യേക ഗൺ 3D പ്രിൻ്റ് ചെയ്തെടുക്കുന്നു. അതൊരു ഓർത്തോപീഡിക് ബൂട്ടിൽ ഫിറ്റ് ചെയ്യാൻ പാകത്തിലാണ് അസംബിൾ ചെയ്തിരിക്കുന്നത്. തനിക്കെതിരെ ബെലാറസിൽ ഉണ്ടായ ആക്രമണം താൻ മുൻകൂട്ടി അറിഞ്ഞെന്ന് സ്റ്റോക്ക് പറയുന്നു. MI6-ൽ തനിക്ക് ഒരു ചാരനുണ്ടെന്ന് സ്റ്റോക്ക് പറയുന്നു. ബിയങ്ക സ്റ്റോക്കിനെ പിടിക്കാൻ ബുദാപെസ്റ്റിൽ എത്തുന്നു. അവൻ്റെ കറക്റ്റ് ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നു. ഇതേസമയം ഗണ്ണിൻ്റെ അക്യുറസി ചെക്ക് ചെയ്യാൻ പോയ ജാക്കാൾ തിരിച്ചു വരുന്നു. തൻ്റെ മുൻപേ പോയ വണ്ടിയിൽ സംശയം തോന്നിയ ജാക്കാൾ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഇരുന്നു. അവൻ സംശയിച്ചതുപോലെ അവർ സ്റ്റോക്കിനെ പിടിക്കാൻ വന്നതായിരുന്നു. ജാക്കാൾ സ്റ്റോക്കിനെ കോൾ ചെയ്ത് കാര്യം പറയുന്നു. അവൻ പെട്ടെന്ന് തന്നെ അവിടെയുള്ള ഡാറ്റാസ് ക്ലിയർ ചെയ്യുന്നു. പക്ഷേ അപ്പോഴേക്കും വൈകിപ്പോയിരുന്നു. ഒരു ഗൺ ഫൈറ്റിന് ശേഷം ബിയങ്ക സ്റ്റോക്കിനെ ജീവനോടെ പിടിക്കുന്നു. അവിടെ അവൻ്റെ കൂടെ വേറെ ആരോ ഉണ്ടെന്ന് അവൾ മനസ്സിലാക്കുന്നു. സ്റ്റോക്ക് കൂടുതൽ എന്തെങ്കിലും പറയുന്നതിന് മുൻപ് ജാക്കാൾ അവനെ കൊല്ലുന്നു. അവർ ജാക്കാളിനെ പിടിക്കാൻ പോകുന്നു. പക്ഷേ അവൻ ഒരു പുഴയിൽ ചാടി രക്ഷപ്പെടുന്നു. പക്ഷേ അവൻ ചെന്ന് കയറിയത് വേറൊരു പ്രശ്നത്തിലേക്കായിരുന്നു.